ഇപ്പോൾ ഈ നാഡീവ്യൂഹങ്ങൾക്കകത്ത് പത്മദണ്ഡി, താമരയുടെ തണ്ട് പോലത്തെ നാഡികൾ, നമ്മൾ ആർട്ടറീസ്, മറ്റു കാര്യങ്ങൾ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു മോഡേൺ ലാംഗ്വേജ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ശരീരം കീറിക്കഴിഞ്ഞാൽ താമരയുടെ തണ്ട് കാണുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവില്ല. അപ്പോൾ ഈ പാമ്പ് എന്ന് പറയുന്നത് സത്യത്തിൽ നിലത്തൂടി കഴിഞ്ഞ് നടക്കുന്ന പാമ്പാണെന്ന്, അതിനെ കൊല്ലുന്നതാണ് സർപ്പദോഷം എന്നുണ്ടെങ്കിൽ ചൈനക്കാർക്കൊക്കെ ഭയങ്കര സർപ്പദോഷമായിരിക്കും തീർച്ചയായിട്ടും. കാരണം ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ അവർ പാമ്പിനെ തിന്നുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. കൊറിയ, അവർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, കാരണം സർപ്പദോഷം എന്ന് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇതല്ല സർപ്പം എന്ന് പറയുന്നത്, ഇതൊരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ. ഒന്നാമത് നമ്മുടെ എനർജിയുടെ ഒരു സഞ്ചാരം നമുക്ക് നോക്കിയാൽ കാണാം സർപ്പിളമായ ആകൃതിയിലാണ്. ചില വിധാനങ്ങളിൽ അവർ പറയുന്നുണ്ട് നമ്മൾ കുണ്ടലിനി ശക്തി ഉണർന്ന് സമാധിയായിട്ടുള്ളവരെയാണ് ഈ നാഗം എന്നുള്ള സങ്കല്പത്തിൽ യോഗീശ്വര സങ്കല്പമാണ് എന്നൊരു വിധാനമുണ്ട്. പിന്നെ കുറച്ചുകൂടി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാഡീവ്യൂഹങ്ങൾ, പിന്നെ നമ്മുടെ ബീജം, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം സർപ്പിളമായ ആകൃതിയിൽ സഞ്ചരിക്കുകയും അപ്പം അതുകൊണ്ട് സർപ്പദോഷം വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ബുദ്ധിമുട്ട്, സന്താന സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിലാണ് ആദ്യം പ്രശ്നം വരിക. പിന്നെ മാനസിക തലത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ഈ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവും, കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവുക, കേൾവി ശക്തിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ശത്രുക്കൾ കൂടുക, വിരോധം, ആൾക്കാർക്ക് നമ്മളോട് പൊതുവെ വിരോധം ഉണ്ടാക്കുന്ന ചില അവസ്ഥകൾ ഉണ്ടാവുക. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം സർപ്പദോഷങ്ങൾ ഉണ്ടെങ്കിൽ കാണാറുണ്ട്.